അവനൊന്ന് ഉമ്മാന്ന് വിളിച്ചിട്ടാൽ മതി. സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രായമായ ഉപ്പയെ നാട്ടിലേക്ക് അയച്ച് കുടുംബത്തിന് താങ്ങാവണമെന്ന് ഷെഫിൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അധ്വാനിച്ചു. പക്ഷേ 2022 മാർച്ച് 26 ശനിയാഴ്ച അന്നായിരുന്നു മലപ്പുറം കൂരാട് സ്വദേശിയായ ഷിഫിൻ്റെ ജീവിതം തകിടം മറിച്ച അപകടം നടന്നത്. അലൈനിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു ഷിഫിൻ. ബക്കാലയിൽ നിന്നും മോട്ടോർ സൈക്കിളിൽ സാധനങ്ങളുമായി പോയ ഈ 22-കാരനെ ഒരു കാർ വന്നിടിക്കുകയായിരുന്നു. അപകടം നടന്നയുടനെ കാർ ഓടിച്ചയാൾ വാഹനം നിർത്താതെ പോയി. പക്ഷേ CCTV സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടി. അപകടത്തിൽ ഷിഫിന് കാര്യമായ പരിക്കേറ്റു. ഏക മകൻ്റെ ദാരുണമായ അപകടത്തിൻ്റെ വിവരമറിഞ്ഞ് പിതാവ് സൗദിയിലെ ജോലിയും വിട്ട് അലൈനിലെ ആശുപത്രിയിൽ വന്നെത്തിയിരുന്നു. മകൻ്റെ അനക്കം കാണാൻ പിതാവ് 1.5 വർഷത്തോളം വെന്റിലേറ്ററിന് പുറത്ത് കാവലിരുന്നു. അവനെന്താ ചികിത്സ വേണ്ടത് അവിടേക്ക് കൊണ്ടുപോകും. ദൈവം തമ്പുരാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ. ഷിഫിൻ്റെ ദാരുണമായ അപകടത്തിൻ്റെ കേസ് ഷാർജ ആസ്ഥാനമായ ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ് സീനിയർ കൺസൾട്ടന്റ് ഈസ അനീസ്, അഡ്വക്കേറ്റ് UC അബ്ദുള്ള, അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാസിൽ എന്നിവർ കേസ് ഏറ്റെടുക്കുകയായിരുന്നു. UAE ഒരു നിവാസി എന്നുള്ള കൺസിഡറേഷൻ അവിടെ ഉണ്ട്. UAE വന്ന ഒരാൾക്ക് ഉണ്ടാവാവുന്ന ഇത്തരം ആഘാതങ്ങൾക്ക് മറ്റ് UAE-ക്കാരെ പോലെ തന്നെ അവരും അവകാശികളാണെന്നുള്ള ആ ഒരു നിയമത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ദുബായ് കോടതിയിൽ നടന്ന കേസിനെ തുടർന്ന് ആദ്യം നഷ്ടപരിഹാരമായി 2.8 മില്യൺ ദിർഹം വിധിച്ചിരുന്നു. എങ്കിലും കൂടുതൽ തുക ലഭിക്കാനുള്ള കേസുമായി അഭിഭാഷകർ മുന്നോട്ട് പോവുകയായിരുന്നു. അവസാനം 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയായിരുന്നു. ഞങ്ങളെ കൊണ്ട് പോകാൻ അത്രയും വലിയൊരു ചികിത്സക്കൊന്നും കഴിയാത്ത ആൾക്കാരല്ലേ. ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് മുഖ്യ ഉപദേഷ്ടാവ് ഷെരീഫ് അൽ വദയുടെ മേൽനോട്ടത്തിൽ UAE അഡ്വക്കേറ്റ്മാരായ ഹസൻ അഷൂർ അൽമുല്ല, അഡ്വക്കേറ്റ് ഫരീദ് അൽ ഹസൻ എന്നിവരാണ് കേസുകൾക്ക് വിവിധ ഘട്ടങ്ങളിൽ ഹാജരായത്.